ഹലോ! ഇന്നൊരു കുട്ടി വീഡിയോ ആണ് കേട്ടോ. ഡെയിലി വ്ളോഗ് പോലെ കുഞ്ഞതായിട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഒരു എക്സ്പെരിമെൻ്റൽ വീഡിയോ. അങ്ങനെ രാവിലെ ഒരു 7:30 ആയപ്പോൾ 7:15 7:20 20-ന് മമ്മി എത്തിയിട്ടുണ്ടായിരുന്നു. മമ്മി ഇവിടെ ഉണ്ടായിരുന്നില്ല. വീട്ടിലേക്ക് പോയതായിരുന്നു കേട്ടോ തിരുനാവായ. അപ്പോൾ വന്നപ്പോൾ തന്നെ എനിക്ക് എന്താ കൊണ്ടുവന്നതെന്നുള്ള ഒരു ചോദ്യത്തിൽ അത് സാധനങ്ങളെല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതൊന്ന് അൺബോക്സ് ചെയ്യണം തോന്നി നിങ്ങളുടെയൊക്കെ മുന്നിൽ വെച്ചിട്ടോ. ഞാൻ ഉറങ്ങിയിട്ടില്ലായിരുന്നു. മമ്മി വരുന്നത് കൊണ്ടുള്ള ഒരു ക്യൂരിയോസിറ്റി ആണോ എന്താണെന്നറിയില്ല. എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ ഫുൾ ടൈം നോക്കി ഇരിക്കുമായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയുള്ള ഒരു ആക്രാന്തം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ സുപ്രിയ ബേക്കറി, നമ്മൾ നിയറസ്റ്റ് ആയിട്ടാണ് സുപ്രിയ ബേക്കറിയിൽ സുപ്രിയ ചേച്ചീൻ്റെയും ബാക്കി അവരുടെ ഫാമിലി ഹൗസൊക്കെ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സുപ്രിയ ബേക്കറിയിൽ നിന്നാണ് സാധനമൊക്കെ വാങ്ങിയിട്ടുള്ളത്. നമുക്ക് ഭയങ്കര ബന്ധമുള്ളതാണ് അവരുടെ അടുത്ത്. അങ്ങനെ നമ്മുടെ സുപ്രിയ ബേക്കറിയിലെ കുറേ സാധനങ്ങൾ ആദ്യം കാണിച്ചത് മറ്റേ ചിപ്സാണ് കേട്ടോ. നമ്മൾ തിരുവനന്തപുരത്തെക്കാട്ടിയും നൈസ് ചിപ്സാണ് നമ്മുടെ അവിടെ ഉള്ളത്. അതായത് സ്ലൈസിങ് നൈസാണേ, അതാണ് ഉദ്ദേശിച്ചത്. പിന്നെ ഇത് അണ്ടിപ്പുട്ടാണ് കേട്ടോ. ഇത് ഞങ്ങൾ അണ്ടിപ്പുട്ട് എന്നാണ് പറയുക. പിന്നെ പഞ്ഞിമിഠായി, ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പഞ്ഞിമിഠായി കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ആദ്യം പപ്പടമാണ് കാണിച്ചത്. പിന്നെ ഞാൻ കോഫി ഇട്ടിട്ടുണ്ടായിരുന്നു മമ്മി വരുന്നത് കൊണ്ട്. പിന്നെ ഇഡ്ഡലിയും സാമ്പാറുമാണ് ഞാൻ രാവിലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാനിങ്ങനെ പുറത്തോട്ട് നോക്കിയപ്പോൾ ഒറ്റയ്ക്ക് ഒരു നൊസ്റ്റാൾജി അടിച്ചിട്ട് അത് സിംഗിളായിട്ട് മൈന പോകുന്നുണ്ട് കേട്ടോ. പാവം ഒറ്റപ്പെട്ട് നടക്കുകയാണ്. അതിൻ്റെ കൂട്ട് ഞാൻ എവിടെയാണ് ഉള്ളത് നോക്കി, അപ്പോൾ ആളെ കണ്ടില്ല. പിന്നെ അത് ഉച്ചയായപ്പോൾ എനിക്ക് ഓൺലൈനിലൊരു സംഭവം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ത് സാധനം ആദ്യം വന്നു കഴിഞ്ഞാലും മമ്മി അത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മമ്മിക്ക് അപ്പം അൺബോക്സിങ് ചെയ്യണം എന്നുള്ളതാണ്. അങ്ങനെ അതെ ഞാൻ ബെഡിൽ കിടന്ന് തന്നെയാണ് ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. രാത്രി ഉറങ്ങാത്തത് കൊണ്ടുള്ള ഒരു ശോകാവസ്ഥ ഉണ്ട് എനിക്ക്. അതേ മമ്മി ഒന്നും നോക്കുന്നില്ല, വേഗം അൺബോക്സ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ കുറേ അറേഞ്ച് ചെയ്തിട്ട് ഇങ്ങനെ വെക്കാനുള്ള, അതായത് സാരിയൊക്കെ അറേഞ്ച് ചെയ്തിട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബോക്സസ് ആയിട്ടുള്ള ഒരു ഇതുണ്ടല്ലോ, എന്താ അത് പറയുക, ഓർഗനൈസർ, സോറി പേര് പെട്ടെന്ന് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഓർഗനൈസർ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ മീഷോന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം അതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഓർഗനൈസർ ഉണ്ടായിരിക്കണം. നമ്മൾ ഓൾറെഡി വാങ്ങിയിട്ടുണ്ടായിരുന്നു ഓർഗനൈസർ. പക്ഷെ അതെല്ലാം മമ്മീൻ്റെ കബോർഡിൽ അടുക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ സാരികളും കാര്യങ്ങളൊക്കെ കേട്ടോ. പിന്നെ രാത്രിയായപ്പോൾ ഞാനൊന്ന് ഓണായി വന്നത് രാത്രിയായപ്പോഴാണ് കേട്ടോ. ഒരു 6 മണിയൊക്കെ ആയപ്പോൾ വിളക്കൊക്കെ വെച്ചതിന് ശേഷം പിന്നെ ഞാൻ ഓണായിട്ടുള്ളത്. രാവിലെ നിങ്ങൾ എന്നെ കാണുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 മണിക്ക് ഞാൻ കുളിച്ച് വിളക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഡ്രസ്സൊന്നും മാറ്റാത്തത് കേട്ടോ. പിന്നെ നിങ്ങൾ വിചാരിക്കും ഞാൻ കുളിച്ചിട്ടില്ല എന്നുള്ളത്. അതാണ് ഞാൻ ഒന്നും കൂടി എടുത്ത് പറഞ്ഞത്. അതിന് ശേഷം ഞാൻ വിളക്കൊക്കെ വെച്ചതിന് ശേഷം പിന്നീട് ആണ് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓർഗനൈസറിൻ്റെ ഒരു മൊത്തത്തിലുള്ള കോലമാണ് കാണിച്ചു തരുന്നത്. 2 സിബ്ബ് വരുന്നുണ്ട്. കുഴപ്പമില്ല, പിടിക്കാനൊക്കെ നല്ല സുഖം ഉണ്ടായിരുന്നു. പക്ഷേ ആദ്യം എടുത്തപ്പോൾ എനിക്കൊരു പ്ലാസ്റ്റിക്കിൻ്റെ എന്തോ ഒരു സ്മെല്ല് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത്ര പൈസയൊന്നും ആയിട്ടില്ലാത്തൊരു സാധനമായത് കാരണം അത്രയും ക്വാളിറ്റി ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. മീഷോയിൽ നിന്നാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. പക്ഷേ എനിക്ക് മൊത്തത്തിൽ അതിങ്ങനെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നേ. സിബ്ബൊക്കെ കുഴപ്പമില്ല, നൈസായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അപ്പം തന്നെ എൻ്റെ സാധനങ്ങളെല്ലാതും അടുക്കി വെക്കാമെന്ന് വിചാരിച്ചു. മെയിനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതായത് സിജോയുടെ കബോർഡ് ഒരു ചുമര അലമാരയുണ്ട്. അതിനാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് നമുക്ക് ഉറുമ്പ് വന്ന് അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ബ്ലൗസ് അങ്ങനെയുള്ള സോഫ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ, ഇന്നേഴ്സ്, പ്രത്യേകിച്ച് നമ്മുടെ ഷഡ്ഡി, ബ്രായൊക്കെ ഇല്ലേ, അതൊക്കെ വെക്കുമ്പോൾ ഭയങ്കരമായിട്ട് പുതിയതാണെങ്കിൽ അതിൻ്റെ സ്മെല്ലിലാണെന്ന് തോന്നുന്നു പെട്ടെന്ന് പുതിയ മണമില്ലേ, അത് ലെഗിൻസ്, പാൻസ് ഇല്ലേ, അതൊക്കെയാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഇത് തിന്നും, വന്നിട്ട് ഉറുമ്പ് വന്ന് തിന്നും. ഞാനത് കാണിക്കുന്നുണ്ട് ഇതിൽ കേട്ടോ. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചു എൻ്റെ നല്ല ബ്ലൗസസ് കുറേ ഉണ്ട്, അതായത് കുറേ ഷൂട്ടിൻ്റെ ബ്ലൗസുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതെല്ലാം നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം ഇത് വാങ്ങിയുള്ളത്. ഇപ്പം നമ്മളെ സൈഡിൽ, അതായത് നമുക്ക് വൺ സൈഡിൽ നിന്ന് ഇങ്ങനെ ബീച്ച് വ്യൂ ഉള്ളത് അറിയാമല്ലോ അല്ലേ, സിജിയോടെ ബീച്ച് വ്യൂ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ കടൽക്കാറ്റാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ഒരു തുരുമ്പ് ഫീലാണ് കേട്ടോ. കത്തിയൊക്കെ വേഗം തുരുമ്പ് പിടിക്കണ പോലെ തോന്നിയിട്ടുണ്ട്. അപ്പം നമ്മുടെ അലമാരയ്ക്കും അതുപോലെ ഒരു തുരുമ്പ് വരുന്നുണ്ട്. അതായത് ഞങ്ങൾ വാങ്ങിയുള്ള ഒരു അലമാരയുണ്ട് കേട്ടോ, അതിനൊരു തുരുമ്പ് വരുന്ന പോലെ. അപ്പം ഈ തുരുമ്പിൻ്റെ കറയുണ്ടല്ലോ, അത് വെള്ള ഡ്രസ്സുകളിലൊക്കെ വേഗം പറ്റി പിടിക്കും. അതുകൊണ്ട് അതിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സേഫായിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓർഗനൈസർ വാങ്ങിയിട്ടുള്ളത്. അപ്പം ഞാൻ ആദ്യം തന്നെ ഇങ്ങനെ ബ്ലൗസ് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊന്ന് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുവാണ് കേട്ടോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉള്ളത് നല്ലതാണെന്ന് എനിക്ക് തോന്നി. കുറേ സാധനങ്ങൾ നമുക്ക് അറേഞ്ച് ചെയ്തിട്ട് ഇങ്ങനെ അട്ടിക്ക് വെക്കാമല്ലോ. അപ്പം നിങ്ങളെല്ലാവരും വാങ്ങുന്നുണ്ടെങ്കിൽ, ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ ലിങ്ക് അയച്ചു തരാം കേട്ടോ. അതായത് പിൻ ചെയ്ത് വെക്കാവേ. അങ്ങനെ ഇതെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ
അപ്പോഴാണ് എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുള്ളത്. നിങ്ങൾ ലൈവായിട്ട് ആ അബദ്ധം കയ്യിൽ കണ്ടോളണം. എൻ്റെ കയ്യിൽ ആ സിബ് 2 എണ്ണവും കൂടെ പോന്നിട്ടുണ്ടായിരുന്നേ. നമ്മൾ മീഷോന്നാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ പൈസ കുറവായിട്ട് വാങ്ങിയത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഓർഗനൈസറിൻ്റെ സിബ് ഇങ്ങനെ പുറത്തോട്ട് വന്നത് കേട്ടോ. അതായത് 2ഉം വന്നു, പുറത്തേക്ക് വന്നു. പിന്നെ നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ ഞാനിങ്ങനെ വെക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കത് കുറച്ച് പോസിബിളായി കേട്ടോ. അതിനുശേഷം പിന്നെ അത് സ്റ്റിച്ച് വിടുന്നുണ്ടായിരുന്നു. ഭയങ്കര ക്വാളിറ്റി അത്ര നല്ലതല്ല. നിങ്ങൾ വാങ്ങുമ്പോൾ കുറച്ചും കൂടെ ക്വാളിറ്റി ഉള്ളത് നോക്കിയിട്ട് വാങ്ങുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും. പക്ഷേ ഇതൊരു ഗുഡ് പ്രോഡക്റ്റാണ്, അതായത് അറേഞ്ച് ചെയ്ത് വെക്കാനുള്ള. അപ്പോൾ എൻ്റെ ചിരി കേട്ടിട്ട് മമ്മി വന്നിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ സിബിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മമ്മി അത് അറേഞ്ച് ചെയ്ത് തന്നു കേട്ടോ, അതായത് സിബൊക്കെ വെച്ച് തന്നു. അതിനുശേഷം പിന്നീട് കുറേ സാധനങ്ങൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് കയറ്റാനുണ്ട്. അതായത് സാരികൾ, നല്ല നല്ല സാരികളായിട്ടുള്ളതൊക്കെ ഉണ്ട്. കുറേ ഷൂട്ടിൻ്റെയാണ് കേട്ടോ ഈ സാരികളെല്ലാം ഉള്ളതെന്ന് പറഞ്ഞാൽ. അപ്പം നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോയി നോക്കിയാൽ അറിയാം, ഇതൊക്കെ ഇട്ടിട്ടുള്ള ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഇൻസ്റ്റയിൽ കിടക്കുന്നുണ്ട്. അങ്ങനെ അപ്പം അതെല്ലാം അറേഞ്ച് ചെയ്ത് വെക്കണം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമുക്കിങ്ങനെ ഉറുമ്പിൻ്റെ ശല്യം ഭയങ്കരമായിട്ടുണ്ട് എന്ന്. അപ്പം ഞാൻ ഇന്നേഴ്സിൽ കാണിക്കണില്ല, ഇപ്പം കാണിക്കുന്നത് എൻ്റെ ലെഗിൻസ് ആട്ടോ. ഇത് പുതിയതാണ്, അധികം വാങ്ങിയിട്ട് അധികമായിട്ടില്ല, 1 മാസമൊക്കെ ആവണേ ഉള്ളൂ. ഇതൊന്ന് പുതിയത്. ഇത് നോക്കി ഞാൻ ആദ്യമായിട്ട് ഒരു പ്രാവശ്യം ഇട്ടത് അറിയാണ്ട്, എനിക്ക് ബോധമില്ലാണ്ട് ഞാനത് ഈ ഓട്ടയൊന്നും കാണാണ്ട് ഞാൻ പാർക്കിലോട്ട് ഒരു പ്രാവശ്യം ഇട്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുട്ടികളാണ് അത് കണ്ടിട്ട് ചേച്ചി ഇങ്ങനെ കാലിൽ മൊത്തം ഓട്ടണ്ടല്ലോ എന്ന് പറഞ്ഞത്. അങ്ങനെ ഇതൊക്കെ ഞാൻ അടുക്കി പറക്കി വെച്ചു. എൻ്റെ പണിയെല്ലാം തീർന്നു എന്ന് നിങ്ങൾ വിചാരിക്കും. ഇപ്പോൾ കബോർഡിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊന്നും നോക്കണം കേട്ടോ. കുറേ അൽക്കുലത്തെ സാധനങ്ങൾ ഇങ്ങനെ വാരി വലിച്ചിട്ടിട്ടുണ്ട്. കുറേ മേക്കപ്പിൻ്റെ പ്രോഡക്റ്റുകളും ഉണ്ട്. പിന്നെ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ അതിലിരിക്കുന്ന താഴേക്കൊക്കെ ഉള്ളത്. പിന്നെ കുറച്ച് സാധനങ്ങൾ പുറത്തുനിന്ന് കൊണ്ടുവന്നതും ഒക്കെ ആയിട്ട് താഴേക്ക് ഇങ്ങനെ വാരി വലിച്ചിട്ടിരിക്കുകയാണ് ഞാൻ. ഇനി ഓരോന്നായിട്ട് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങൾ വിചാരിക്കും ഓർഗനൈസർ വാങ്ങിയതോടെ കുറച്ച് അടുക്കി വെച്ചതോടുകൂടി എൻ്റെ പണിയെല്ലാം കഴിഞ്ഞു വന്നു. പണിയുടെ സ്റ്റാർട്ടിംഗ് ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ അത് ഓർഗനൈസർ വാങ്ങി അത് അടുക്കി പറക്കി വെച്ചിട്ടുള്ള ഒരു ലുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നാണ് വിചാരിക്കുന്നത്. വേറെ ഈ ഒരു ഭാഗത്തേക്ക് നിങ്ങൾ നോക്കണ്ട കേട്ടോ. അപ്പം മൊത്തത്തിലുള്ള ഒരു ലുക്ക് ഇതാണ്. ഞാൻ ഓർഗനൈസർ വാങ്ങി അത് അറേഞ്ച് ചെയ്തതിൻ്റെ ഒരു ലുക്കാണ് ഈ കാണുന്നത്. അപ്പോൾ കുറേ സ്പേസ് നമുക്ക് കിട്ടും. പിന്നെ അതിലുള്ള സാധനങ്ങളൊക്കെ വാരി വലിച്ചിട്ടിരിക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾ വിചാരിച്ചില്ലേ പണിയൊക്കെ കഴിഞ്ഞു എന്ന്?